ABVP ദേശീയ നിർവാഹക സമിതി അംഗം അക്ഷയ് എസ് ഒപ്പം ചേരുന്നു. അക്ഷയ്, ഈ SFI ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ന്യായീകരണം, വിശദീകരണം എന്ന പേരിൽ പറയുന്നുണ്ട്. പ്രതീകാത്മക ശവസംസ്കാരം എന്നത് വ്യാജ പ്രചാരണമാണ്. ലൈറ്റുകൾ മരണപ്പെട്ടതായി കാണിച്ച് പ്രതിഷേധ നാടകമാണ് അവതരിപ്പിച്ചത്. തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളാണ് അതിലൂടെ അറിയിക്കാൻ ശ്രമിച്ചത്. ലൈറ്റുകളടക്കം തകരാറിലാണെന്ന് പറഞ്ഞ് നാടകം കളിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, തിരുത്തി പറയാൻ തയ്യാറാകുന്നില്ല. പകരം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ലെന്ന് പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പറഞ്ഞ് മറ്റൊരു നാടകം കളിക്കുന്നു SFI. തീർച്ചയായും സമരങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും അതൊക്കെ രാജ്യത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പസുകളിലായാലും അതൊക്കെ നടത്തുവാൻ എല്ലാവർക്കും അവകാശവും അധികാരമുള്ളൊരു നാടാണ് നമ്മുടെ നാട്. പക്ഷേ SFI നടത്തുന്ന ഇത്തരത്തിലുള്ള സമരങ്ങൾ എങ്ങനെയാണോ നമ്മുടെ രാജ്യത്തിലുള്ള ക്യാമ്പസുകൾക്കകത്ത് അവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുകയും പഠനത്തിൻ്റെ അന്തരീക്ഷം തകർത്തുകൊണ്ട് ക്യാമ്പസിലുള്ള വിഷയങ്ങൾ അത് ഉയർത്തിപ്പിടിക്കുന്നതിൽ ആരും തെറ്റ് പറയാറില്ല. നമ്മളൊക്കെ തന്നെ ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പോലും കേരള സർവകലാശാലയ്ക്ക് മുമ്പിൽ ABVPയുടെ വലിയൊരു സമരം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ SFI നടത്തുന്ന സമരങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമരങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത്? വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ഇത് കുഴിമാടം ഒരുക്കിക്കൊണ്ട് ഒരു അധ്യാപകയെ ഒരു ക്യാമ്പസിൽ നിന്നും ഇറക്കി വിട്ടത്. ഒരു കസാര കത്തിച്ച വിഷയത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും SFIയുടെ സമരങ്ങളും SFIയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. TP ശ്രീനിവാസൻ എന്ന ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വ്യക്തി, ആ വ്യക്തിയെ റോഡിലിട്ട് അടിച്ചു വീഴ്ത്തിയത് SFI ആയിരുന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷം SFIയുടെ നേതൃത്വത്തിനോട് ചോദിച്ച സമയത്ത് SFIയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് TP ശ്രീനിവാസനെ തല്ലിയതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ മർദ്ദിച്ചതിൽ ഒരു കുറ്റബോധവും SFIക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ലെന്നാണ് SFIയുടെ നേതാവ് കേരളത്തോട് വിളിച്ചു പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും സംസാരങ്ങളും നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ഈ വിഷയം കാലടി സംസ്കൃത സർവകലാശാലയിൽ നിരവധി ദിവസങ്ങളായിട്ട് ഇത് പറഞ്ഞത് ആർഷോയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതും കഴിഞ്ഞ വർഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വർഷമേ ആയിട്ടുള്ളൂ ആർഷോ അത് പറഞ്ഞിട്ട്. നോക്കൂ, അത് തന്നെ ഒരു സന്ദേശമാണ്. ഞങ്ങൾ ഇങ്ങനെയേ മുന്നോട്ട് പോകൂ എന്ന്, ഞങ്ങൾക്കിതേ കഴിയൂ, ഞങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളുടെ സമരശീലം സമരാഭാസമാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ആർഷോ വരെ. അതിപ്പോഴും തുടരുന്നു. അതെ, അതായത് സമരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ കാലടി സംസ്കൃത സർവകലാശാലയിലെ സമരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സിസ തോമസ് എന്ന വൈസ് ചാൻസലർക്കെതിരായിട്ട് ഒരു സമരം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായിട്ടൊരു സമരം നടക്കുന്ന സമയത്ത് ഇവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ടും ഈ സർവകലാശാലയിലുള്ള വിഷയങ്ങളാണ്. കഴിഞ്ഞ ഭരണകൂടം, അതായത് പിണറായി വിജയൻ്റെ ഭരണകൂടം ഭരിക്കുന്ന സമയത്തും അത് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ക്യാമ്പസിനകത്തുണ്ട് അല്ലെങ്കിൽ ആ സർവകലാശാലയ്ക്കകത്തുണ്ട്. എന്തുകൊണ്ടാണ് ഒരു 3 മാസമായിട്ടാണോ ഈ വിഷയങ്ങൾ വരുന്നതെന്ന വലിയൊരു ചോദ്യമുണ്ട്. അവിടെ ഇന്നലെയുണ്ടായിട്ടുള്ള ഈ സമരാഭാസം, ആ സമരാഭാസത്തിൽ അവരിപ്പോൾ ഒരു വിശദീകരണമായി വരുന്ന സമയത്ത് നമ്മളൊന്ന് ഒരു വിഷ്വൽ കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ വിഷ്വലിൽ നിങ്ങൾക്ക് കാണാൻ കുന്തിരിക്കം പുകയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കുന്തിരിക്കം പുകച്ചുകൊണ്ട് അവിടെ ഒരു ശവസംസ്കാരം കൃത്യമായി പ്ലാൻ ചെയ്ത് അവിടുത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവിടുത്തെ SFIയുടെ പ്രവർത്തകർ, പുറത്തുനിന്ന് വന്നിട്ടുള്ള SFIക്കാർ, അവിടെയുള്ള ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്, പുറത്തുനിന്ന് വന്നിട്ടുള്ള SFIക്കാർ അടക്കം ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതുവരെ ഒരു കേസ് പോലും എടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറാവാത്തതും ഒരു പ്രതിഷേധാർഹമാണ്. ഇതിവിടെ കഴിഞ്ഞ വൈസ് ചാൻസലറായിട്ടുള്ള ഗീതാകുമാരിയെ കുറിച്ച് പറഞ്ഞു. ഈ ഗീതാകുമാരിക്കെതിരായിട്ട് കഴിഞ്ഞ വർഷം ABVPയുടെ സമരം നടന്നിട്ടുണ്ട്. വൈസ് ചാൻസലറെ റോഡിൽ തടഞ്ഞിട്ടുണ്ട്. അതൊരു ജനാധിപത്യ രീതിയിൽ ABVPയുടെ സമരം സംഘടിപ്പിക്കുകയും അവർക്കെതിരായുള്ള പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തുകയും വിദ്യാർത്ഥി പരിഷത്തോടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാതൃകാ സമരങ്ങളൊക്കെ ക്യാമ്പസുകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നത്. നമ്മൾക്കറിയാം SFIയുടെ ഗതി
ഇപ്പോൾ എത്ര സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ എത്ര നാടുകളിൽ രാജ്യത്തിൻ്റെ എത്ര ക്യാമ്പസുകളിൽ ഇവരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്നേ ക്യാമ്പസുകൾക്കകത്ത് വിദ്യാർത്ഥികളുടെ പിന്തുണയില്ലാത്ത ഒരു സംഘടനയായി മാറിയിരിക്കുന്ന SFI. ഇത് നമ്മൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ ചില ക്യാമ്പസുകളിൽ ചില അധ്യാപകരുടെ പിന്തുണയോടുകൂടി നമ്മളൊരു കാര്യം ഏറ്റവും വിഷമകരമായിട്ട് കാണേണ്ട ഒരു കാര്യം, ഈ വൈസ് ചാൻസലർക്കെതിരായിട്ട് വളരെയധികം അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സമരം നടക്കുന്ന സമയത്ത് അവിടുത്തെ ചില അധ്യാപകരടക്കം, കാലടി സംസ്കൃത സർവകലാശാലയിലെ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന അധ്യാപകരടക്കം ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ അത് തള്ളിപ്പറയുവാൻ അവർ തയ്യാറായിട്ടില്ല. അവർ ഒരു വിശദീകരണം കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കവറപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. ഇത് പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ നടക്കുന്നു. ഇപ്പോൾ കേരള സർവകലാശാലയിൽ സമരം നടക്കുന്നുണ്ട്. പക്ഷേ ഈ സമരങ്ങളൊക്കെ എന്തുകൊണ്ട് ഒരു സമര ആഭാസങ്ങളായി മാറുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം SFI ചെയ്യുന്ന സമരങ്ങളാണ് കേരളത്തിൽ സമരാഭാസങ്ങളായി മാറുന്നത്. അവർ ചെയ്യുന്ന സമരങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലാകുന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നേതൃത്വമാണ് ഉത്തരം പറയേണ്ടത്. വിദ്യാർത്ഥികളെ അത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് അവരെ തിരുത്താതെ, ഇവിടെ ബഹുമാനപ്പെട്ട സരസ്വതി ടീച്ചർ പറഞ്ഞതുപോലെ അന്ന് വിക്ടോറിയ കോളേജിൽ ഉണ്ടായിരിക്കുന്ന വിഷയം, ആ വിഷയം കഴിഞ്ഞതിന് ശേഷം അതിനെ പിന്തുണയ്ക്കുന്ന, അതിന് എല്ലാ തരത്തിലും നേതൃത്വം കൊടുത്ത SFIക്കാരെ പിന്തുണച്ചുകൊണ്ട് അവർക്ക് എല്ലാ ഒത്താശയും അന്ന് ചെയ്തിട്ടുള്ള SFIക്കാരൊക്കെ ഇന്ന് വലിയ വലിയ നേതാക്കളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഇവരെ കൂടെ കൊണ്ടുപോയി ഇവരെ വലിയ വലിയ നേതാക്കളായി മാറ്റി ഇവരെ വീണ്ടും മറ്റു സംഘടനകളിലേക്ക്, DYFI മറ്റു CPI പോലുള്ള സംഘടനകളിലേക്ക് ഒരു പ്രമോഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ, ഒരു സമരാഭാസങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ ഒരു അനന്തരഫലം അത് പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് ക്യാമ്പസുകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കുവാനും അവരുടെ ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുവാനും നമ്മൾ നേരത്തെ സ്വാതന്ത്ര്യവും സോഷ്യലിസവും ഇല്ലെന്ന് തീരെ പറഞ്ഞു. ജനാധിപത്യവും അനുസരിക്കാത്ത ഒരു സംവിധാനമാണ് SFIയുടെ നമുക്കറിയാം. കാരണം പല കോളേജുകളിലും അവർക്ക് ഇടമുണ്ടെങ്കിൽ മറ്റാരെയും അനുവദിക്കാത്ത ഒരു രീതിയാണല്ലോ അവരുടേത്. അതുകൊണ്ട് തന്നെ എന്താണോ അവരുടെ മുദ്രാവാക്യം അതൊന്നും പാലിക്കുന്നേയില്ല. പിന്നെ അവരേത് വഴിക്കാണ് സഞ്ചരിക്കുക എന്നൊരു ചോദ്യമുണ്ട്.